ഹലോ. ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, എന്താണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മെത്തേഡ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കടന്നു പോണത്. അതായത് ആദ്യം ചെയ്യേണ്ടത് ആദ്യം പറയും, അവസാനം ചെയ്യേണ്ടത് അവസാനം പറയും. എല്ലാം ഓർഡറിലാണ് പറഞ്ഞു പോണത്. ചുമ്മാ ഇടകലർത്തി അവിടെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു പോയല്ല, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു പോണത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ബ്രെയിനിൽ മൊത്തത്തിലൊരു പിക്ചർ തെളിഞ്ഞു വരും. ഇപ്പോൾ പുകമറയായിട്ട് നിൽക്കുന്നതെല്ലാം മാറി നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിൽ മലയാളത്തിൽ ഇതുപോലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതി, ഒരുപാട് ടെക്നിക്കൽ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോയാണ്. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ കാണാം. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു പോണത്. ചെറുതായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഓൺലൈനിൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഈ സ്റ്റെക്ക് വന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ എവിടെയാണ് ശരിക്കും തുടങ്ങുക എന്നിവർക്ക് അറിയില്ല. ഓൺലൈൻ എന്നുള്ളത് അറിയാം. ചിലർ ഓൺലൈൻ എന്ന് കരുതിയിരിക്കുന്നത് ആമസോണും ഫ്ലിപ്കാർട്ടും, അതിനപ്പുറത്തേക്ക് ഓൺലൈൻ ഇല്ല എന്നാണ് ചിലവരുടെയെങ്കിലും തെറ്റിദ്ധാരണ. ചിലർ അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും. നിങ്ങളൊരു ബിഗിനറാണ്, ഒരു തുടക്കക്കാരനാണ്, മുമ്പ് ബിസിനസ്സൊന്നും ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഇല്ല, ഒരുപാട് മണിയൊന്നും സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണില്ല, കാശ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരുപാട് മണിയൊന്നും സ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ട് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ വേഗത്തിൽ ചെയ്യാനും സാധിക്കും. ഒരുപാട് നാൾ പല പേപ്പർ വർക്കുകളുടെയൊക്കെ പുറകെ നടന്ന് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതില്ല, വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലാഭകരമായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ വഴി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ഓർഡർ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നമുക്ക് ആർക്കും കൊടുക്കേണ്ടതില്ല. ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഓർഡറിന്. അതേസമയം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ അവരുടേതായിട്ടുള്ള കമ്മീഷൻ ഉണ്ട്. ഓരോ കാറ്റഗറിക്കും ഓരോ കമ്മീഷൻ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ GST തുടക്കം തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അന്ന് മുതലേ നിങ്ങൾക്ക് GST എടുക്കേണ്ടതായിട്ട് വരും. ഈ GST എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ ഗവൺമെൻറ് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും 20 lakh 40 lakh എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആമസോണിൽ വിൽക്കണമെങ്കിൽ Day 1 മുതലൊക്കെ നിങ്ങൾക്കിത് വേണ്ടതായിട്ട് വരും. പിന്നെ വെബ്സൈറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. നിങ്ങൾ പലപ്പോഴും പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വെബ്സൈറ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ല, അതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സ് വരണം. ഇതെല്ലാം വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ അകത്ത് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾ ഏത് വിഭാഗം ആളുകളെ ടാർഗറ്റ് ചെയ്താലും, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും ആരാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വിനോദത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ എന്തിനു ഉപയോഗിക്കണം? ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കണം. ബിസിനസ്സിന് വേണ്ടിയിട്ട്, നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കസ്റ്റമറെ കണ്ടെത്താനും നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ആദ്യത്തെ ജേണി സോഷ്യൽ മീഡിയ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത് ബിസിനസ് തുടങ്ങുമെന്നുള്ളത് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. എന്ത് ബിസിനസ്സാണ് ശരിക്കും ഓൺലൈനിൽ തുടങ്ങുക? ഓൺലൈനിൽ ബിസിനസ് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തോ ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷ് പിക്ക് ചെയ്യുക എന്നുള്ളത്. ഒരു പ്രത്യേക മേഖല നിങ്ങളുടേതായിട്ട് തിരഞ്ഞെടുക്കുക. എല്ലാം സെല്ല് ചെയ്യാനായിട്ട് നോക്കരുത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് സെല്ല് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും യുണീക്കായിട്ടുള്ളൊരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളുടെ നീഷ് പിക്ക് ചെയ്യാൻ നേരത്ത്, നമ്മളുടെ മേഖല തിരഞ്ഞെടുക്കാൻ നേരത്ത് അതിൽ 2 രീതിയിലാണ് ശരിക്കും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു സർവീസ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം, സർവീസ് ബേസ്ഡ് ആയിട്ടും കൊടുക്കാം. പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സും ചെയ്യാം,
സർവീസ് ബേസ്ഡ് ബിസിനസ്സും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് തിരഞ്ഞെടുത്തെങ്കിൽ, ഉദാഹരണം നിങ്ങൾ ചിലപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കാം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളൊരു ടീച്ചറായിരിക്കാം, എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരിക്കാം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട സർവീസ് ബിസിനസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കോച്ചിങ് കാര്യങ്ങൾ, അതേപോലെ ഏജൻസി, ഇതെല്ലാം സർവീസ് ബേസ്ഡ് ബിസിനസ്സിന് ഉദാഹരണമാണ്. ഈ സർവീസ് ബേസ്ഡ് ബിസിനസ്സിന് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സർവീസ് ബേസ്ഡ് ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ ഞാൻ ആദ്യം പറയാം. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് ബേസ്ഡ് ബിസിനസ്സിൻ്റെ ഒന്നാമതായിട്ട് നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ വേഗം തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. കാരണം പ്രത്യേക പ്രൊഡക്റ്റോ മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല, വേഗം തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തത്. പിന്നെ അതുപോലെ തന്നെ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. നമുക്ക് നമ്മൾ തന്നെയാണ് ആ ബിസിനസ്, നമ്മളുടെ സ്കില്ലാണ്, നമ്മളുടെ അറിവാണ്, നമ്മളുടെ എക്സ്പീരിയൻസാണ് നമ്മൾ ബിസിനസ്സാക്കി മാറ്റുന്നത് സർവീസ് ബേസ്ഡ് ബിസിനസ്സിൽ. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്ക് മാത്രം മതി, പെട്ടെന്ന് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ റിസ്ക് കുറവാണ്. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈവൻ ഫെയിലായാൽ പോലും നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കണില്ല. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ സർവീസ് ബേസ്ഡ് ബിസിനസ്സാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റേതായിട്ടുള്ള ചില ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്, ചില ദോഷങ്ങളും സർവീസ് ബേസ്ഡ് ബിസിനസ്സിനുണ്ട്. അതും ഞാൻ പറയാം. ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർവീസ് ബേസ്ഡ് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ കുറച്ചും കൂടി പ്രയാസമായിരിക്കും. കാരണം അധിക സമയം ഏതെങ്കിലും ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ് ആയതുകൊണ്ട് സ്കെയിൽ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ അതേപോലെ കസ്റ്റമറെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ സർവീസ് എടുപ്പിക്കാൻ പ്രൊഡക്റ്റിനേക്കാളും കുറച്ചും കൂടി പ്രയാസമായിരിക്കും. കാരണം പ്രൊഡക്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ സർവീസ് അങ്ങനെയല്ല. നമ്മൾ കുറച്ചും കൂടി കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും. സ്കെയിൽ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും സർവീസ് ബിസിനസ്സിന്. ഇനി പ്രൊഡക്റ്റ് ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഗുണങ്ങളും ദോഷങ്ങളും അതിനുമുണ്ട്. ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചുകൂടി സെല്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്. പിന്നെ ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല പ്രൊഡക്റ്റ്, അത് ആ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അവിടെ ഇല്ലെങ്കിലും ആ പ്രൊഡക്റ്റ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന വ്യക്തി, ഇപ്പോൾ സർവീസ് ആണെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ കൊടുക്കാൻ നേരത്ത്. എന്നാൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എത്ര വേണമെങ്കിലും സെല്ല് ചെയ്യാം, സ്കെയിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. സർവീസ് ബേസ്ഡ് ബിസിനസ് ടെക്നോളജിയൊക്കെ മാറി മറിയുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് ട്രെൻഡ് ഔട്ടായി പോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ചെയ്യാൻ നേരത്ത് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിന് ദോഷമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ച് അധികം വരും പ്രൊഡക്റ്റ് ബേസ്ഡിന്. കാരണം ഒന്നല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കണം, അതല്ലെങ്കിൽ നമ്മളതിനെ മാനുഫാക്ചർ ചെയ്യണം. മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയലും മെഷീനറി കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ട് വരും. ഇനി വേറൊരാൾ മാനുഫാക്ചർ ചെയ്ത് വെച്ചേക്കണം എടുത്ത് സെല്ല് ചെയ്യാൻ നോക്കാൻ നേരത്ത് അവിടെ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് അത് ഡെഡ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളുടെ മണി മൊത്തം അവിടെ ബ്ലോക്കായി കിടക്കും. ഇനി പുതിയ സ്റ്റോക്ക് വന്ന് അത് വിറ്റിട്ട് വേണം ഇതിൽ ബ്ലോക്കായി കിടക്കണ മണിയും കൂടി നമുക്ക് തിരിച്ചു പിടിച്ചതിന് ശേഷമാണ് നമുക്ക് ലാഭം വരുള്ളൂ. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ രണ്ടും പറഞ്ഞിട്ടുണ്ട്. സർവീസ് ബേസ്ഡിൻ്റെയും പ്രൊഡക്റ്റ് ബേസ്ഡിൻ്റെയും ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഇത്? ഒരു ബിസിനസ് അങ്ങോട്ട് പറയാൻ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട്, ചിലർക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ് നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആവും, പക്ഷേ ചില ആളുകൾക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ് പറ്റില്ല. അവരെന്തെങ്കിലും പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണെന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഒരാൾക്കും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓരോ വ്യക്തിനെയും ഇൻഡിവിജ്വലായിട്ട് പഠിക്കാതെ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൺലൈനിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ ചില കാര്യങ്ങളും കൂടി അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് ആവാൻ നേരത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് അധിക സമയം ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ദൂര സ്ഥലത്തേക്ക് കൊറിയർ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് ഭയങ്കര വലിയ പ്രൊഡക്റ്റോ നല്ല തൂക്കമുള്ള പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയൊക്കെ ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ചെറിയ പ്രൊഡക്റ്റ് ഒതുങ്ങിയ ഒരു ഷൂ ബോക്സ് ഉണ്ടല്ലോ, ഒരു ഷൂ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം ആ ബോക്സിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ട്രാൻസ്പോർട്ടേഷൻ ചാർജൊക്കെ കുറവായിരിക്കും. നമ്മളൊരു സ്ഥലത്തു നിന്ന് അത് നമ്മളുടെ വെയർ ഹൗസിലേക്കോ നമ്മളുടെ റൂമിലേക്കോ സ്ഥാപനത്തിലേക്കൊക്കെ വരുത്തിക്കാൻ നേരത്ത് അവിടെ നിന്ന് വരുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊറിയർ ചാർജും കുറവായിരിക്കും. ഇനി ഓർഡർ ലഭിച്ചതിന് ശേഷം കസ്റ്റമേഴ്സിന് അത് ഇൻഡിവിജ്വലി കൊറിയർ അയച്ചു കൊടുക്കുമല്ലോ, അവിടെയും ഇത് കുറവായിരിക്കും. പക്ഷേ ഭയങ്കര വലിപ്പമുള്ളതാണെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. നിങ്ങൾക്കൊരു ഭയങ്കര വലിപ്പമുള്ള പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ഓർഡറിൻ്റെ മേളിലൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാഹനം വേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, എക്സ്ട്രാ വാഹനം വേണ്ടതായിട്ട് വരും. അതിൽ കയറ്റിയിട്ടൊക്കെയാണ് കൊറിയർ ഓഫീസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ പറഞ്ഞു തന്നതാണ്, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അബദ്ധം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ ഒരുപാട് വലിപ്പമുള്ള, ഒരുപാട് തൂക്കമുള്ള, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളൊക്കെ തുടക്കം തന്നെ നിങ്ങൾ ഒഴിവാക്കി കളയുക. ഒരു ഷൂ ബോക്സിൻ്റെ വലിപ്പത്തിലൊക്കെ ഒതുങ്ങുന്ന പ്രൊഡക്റ്റുകൾ, തൂക്കം കുറഞ്ഞ് ഡാമേജ് വരാൻ സാധ്യതയില്ലാത്ത പ്രൊഡക്റ്റ്. ഡാമേജ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇപ്പോൾ ചില്ലിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എത്രയൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ അയച്ചാലും കൊറിയർ കമ്പനിയിൽ ഇങ്ങോട്ടിട്ട് അത് പൊട്ടിക്കും. പിന്നെ കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ആ പാക്കേജ് തിരിച്ചു വന്നാലും നമുക്ക് വേറൊരു കസ്റ്റമർക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കില്ല, ടോട്ടൽ ലോസ് ആയിരിക്കും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സെല് ചെയ്യണ ഷൂ ആണെങ്കിൽ ഷൂ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കൊറിയർ അയക്കണതിൻ്റെ അടുക്ക്. കാരണം ചിളങ്ങിയാലും കുറച്ച് അമർന്നാലും ഒന്നും അങ്ങനെ പൊട്ടിപ്പോണ സംഗതിയല്ല ഷൂ. ഒരു ഉദാഹരണം പറയുകയാണ്, ഷൂ ബിസിനസ് തുടങ്ങണമെന്നുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ ഈ കാര്യം കൂടി നിങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓൺലൈനിൽ ചെയ്യാൻ നേരത്ത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ മേഖല സെലക്ട് ചെയ്തു, പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രൈസിങ് മോഡൽ കറക്റ്റ് ആക്കുക എന്നുള്ളത്. അതിൻ്റെ വിലയിടൽ കറക്റ്റ് ആയിരിക്കണം. അതായത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തുച്ഛമായിട്ടുള്ള ലാഭത്തിൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കരുത്. തുടക്ക സമയത്ത് എല്ലാവരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് കുറഞ്ഞ വിലയുള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ ലാഭത്തിൽ വിൽക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം നമുക്ക് ചിലപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം വന്നേക്കാം. പതിയെ നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ നിന്ന് മെച്ചപ്പെട്ടൊരു വരുമാനം വന്നില്ല എന്ന് മനസ്സിലാക്കാൻ നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുച്ഛമായിട്ടുള്ള വിലയുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുക. നിസ്സാരമായിട്ടുള്ള, ഇന്നും കൂടി ഒരു സംരംഭകൻ കോൾ ചെയ്തിരുന്നു, എന്തോ ബേബി പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില 100 രൂപയാണ്. അതിൽ അവരുടെ കോസ്റ്റും കാര്യങ്ങളും മറ്റും ഇതെല്ലാം കഴിഞ്ഞ് ഷിപ്പിംഗ് ചാർജും എല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായിട്ടുള്ള ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. ഞാൻ കൊടുത്തൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുച്ഛമായിട്ടുള്ള ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ വിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓൺലൈനിന് വേണ്ടി നിങ്ങളുടെ ഷോപ്പ് നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ട്, ഓൾറെഡി ഒരു ബിസിനസ് ഓണറാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചോ, ഷോപ്പിൽ വരുന്ന ആളുകൾ വാങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞ ഓൺലൈനിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ നേരത്ത് തുച്ഛമായിട്ടുള്ള വിലയുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുക. കാരണം നമുക്ക് ഒരു ഓർഡർ കിട്ടും, ഒരു 100 രൂപയുടെ സാധനം വിൽക്കാനും ഒരു 1000 രൂപയുടെ സാധനം വിൽക്കാനും ഏറെക്കുറെ ഒരേ സമയമാണ് ചിലവാകുന്നത്, ഏറെക്കുറെ ഒരേ അധ്വാനമാണ് ചിലവാകുന്നത്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1000 രൂപയുടെ സെല്ല് ചെയ്യാൻ നേരത്ത് നല്ല മാർജിൻ ഉണ്ടാവും. മാർജിൻ എന്ന് പറഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാവും നമുക്ക്. തുച്ഛമായിട്ടുള്ള വിലയുടെ വിൽക്കാൻ നേരത്ത് നമുക്ക് ലാഭം വളരെ കുറവായിരിക്കും. ഇങ്ങനെ ലാഭം വളരെ കുറയാൻ നേരത്ത് ബിസിനസ്സിൽ നിന്നുള്ള നമ്മളുടെ വരുമാനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ലഭിക്കില്ല. അങ്ങനെ ലഭിക്കാതിരുന്ന എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാഫിനെ എടുക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ നല്ലൊരു ലൊക്കേഷനിലേക്ക് മാറാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയൊരു റൂം എടുത്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചും കൂടി വലുതാക്കേണ്ട വന്നു കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ലാഭം ആണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓർഡറുകൾ അധികം കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ മാർക്കറ്റിംഗ് ചെയ്യണം. അത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള മാർക്കറ്റിംഗ് രീതിയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിനൊന്നും നമുക്ക് കാശ് തികയാതെ വരും. കാരണം ഈ തുച്ഛമായിട്ടുള്ള നാരോ മാർജിനിൽ കിടന്നാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെയൊക്കെ 10 ഇരട്ടി ഓർഡറുകൾ നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ തുച്ഛമായിട്ടുള്ള ലാഭത്തിൻ്റെ തുച്ഛമായിട്ടുള്ള വിലയുടെ പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ വിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൈസിങ് മോഡലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നല്ല ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം സെല്ല് ചെയ്താൽ മതി. ചില ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ആഴ്ച മുമ്പ് വേറൊരു സംരംഭകൻ എന്നെ കോൺടാക്ട് ചെയ്തു. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ടോയ്സിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ആരും പറഞ്ഞു. അപ്പോൾ ഏതൊരു ടോയ് പുള്ളി പറഞ്ഞു, ഈ ടോയ്ക്ക് വലിയ ലാഭമൊന്നുമില്ല, എന്നാലും നമ്മൾ ഇറങ്ങിയുള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ആ പ്രൊഡക്റ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തു. കാരണം തുടക്കം തന്നെ നിങ്ങൾക്കറിയാം ഈ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ലാഭമൊന്നുമില്ല, വെറും പണിയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ അത് വിൽക്കാൻ നിൽക്കുന്നത്? ആ സമയം, വിലപ്പെട്ട സമയം ലാഭമുള്ളതിൻ്റെ പുറകെ പോക്കൂടെ? എന്തിനാണ് ഈ ലാഭമില്ലാത്തതിൻ്റെ
പുറകെ പോണത്. ചിലവർക്ക് തുടങ്ങാൻ ഭയങ്കര ഒരു വെമ്പലായിരിക്കും, പക്ഷെ തുടങ്ങി കഴിയാൻ നേരത്ത് അതിൽ നിന്ന് മെച്ചപ്പെട്ട് ഇതില്ലാന്നറിയാൻ നേരത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരും. ചില സംഗതി നമ്മൾ ആ സാഹചര്യത്തിൽ വന്നെത്തിയാൽ മാത്രമാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആളുകൾ കേൾക്കില്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തുച്ഛമായിട്ടുള്ള വിലയുടെ പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് കളയുക. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്പൈസസിൻ്റെയൊക്കെ ചെറിയ ചെറിയ പാക്കറ്റിൻ്റെയൊക്കെ ബിസിനസ്സൊക്കെ പറഞ്ഞു. ഞാൻ പറയാം, ദയവ് ചെയ്ത് അതൊന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അവർ കാണിക്കുന്ന ഓർഡർ, എല്ലാവരും പറയുന്നത് എനിക്ക് ഇത്ര ഓർഡർ ലഭിച്ചു എന്നാണ്. നമ്മൾ ചോദിക്കേണ്ടത് എന്ത് വരുമാനമുണ്ട് ആ ബിസിനസ്സിൽ നിന്ന്. എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും കലാപരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ ബാക്കിയായി, അതാണ് ചോദ്യം. എന്ത് ബാക്കിയുണ്ട് അവസാനം? പ്രോഫിറ്റ് എത്രയുണ്ട്? ഇതിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് തുടക്ക സമയത്ത്. അപ്പോൾ തുച്ഛമായിട്ടുള്ള വിലയുടെ പ്രൊഡക്റ്റുകളൊന്നും തന്നെ സെല്ല് ചെയ്യാതിരിക്കുക. നമുക്ക് മെച്ചമുള്ള പരിപാടിക്ക് മാത്രം നിൽക്കുക, അല്ലാത്തതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. തുച്ഛമായിട്ടുള്ള വിലയുടെ എടുക്കരുത്. നല്ല പ്രോഫിറ്റ് ഉള്ളത് മാത്രം, നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നത് മാത്രം, മിഡ് ടിക്കറ്റ് ഹൈ ടിക്കറ്റ് റേഞ്ചിലേക്കുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി 4ാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യം ഓൺലൈനിൽ സോഷ്യൽ മീഡിയ പിക്ക് ചെയ്തു. എന്ത് ബിസിനസ് തുടങ്ങണമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തു. പ്രൊഡക്റ്റ് ബേസ്ഡ് ആണോ സർവീസ് ബേസ്ഡ് ആണോ എന്നുള്ളത് തിരഞ്ഞെടുക്കുക. പ്രൈസിങ് മോഡൽ നമ്മൾ കറക്റ്റാക്കി. ഇനിയാണ് നമ്മൾ സോഷ്യൽ മീഡിയ സെറ്റപ്പ് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ എല്ലാ മെയിൻ സ്ട്രീം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ഇതാണ് നമ്മളുടെ മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ. ഇതിലെല്ലാം തന്നെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 10-15 മിനിറ്റാണ് കൂടി വന്നാൽ നിങ്ങൾക്ക് അതിന് ആവുള്ളൂ. അത് ഞാനിതിൽ കാണിച്ചു തന്നെയില്ല, വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പേജുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പേജുകൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് ബിസിനസ്സിന് വേണ്ടി നിർബന്ധമായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ് വേണം. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ നമ്പർ തന്നെ ബിസിനസ് നമ്പറാക്കി മാറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ഫാമിലിയുടെ അടുത്തുനിന്നുള്ള ഫാമിലി ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മിസ്സാവും. കാരണം കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി, അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കോൾ, ഇതെല്ലാം കൂടി വരാൻ നേരത്തെ ആകെ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിലാവും, ആകെ ഒരു കെട്ട് പിണഞ്ഞു കിടക്കും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും സെപ്പറേറ്റ്, പേഴ്സണൽ യൂസിനുള്ളത് പേഴ്സണലായിട്ട് തന്നെ മാറ്റി വെക്കുക, ബിസിനസ്സിനുള്ളത് ബിസിനസ്സിന് തന്നെ മാറ്റി വെക്കുക. ഒരു സിം കാർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു തലവേദന ഇല്ലാത്ത സംഗതിയാണ് സിം കാർഡ്. ഏതെങ്കിലും ഒരു കണക്ഷൻ്റെ നിങ്ങളുടെ ലൊക്കേഷനിൽ ഏത് സർവീസാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. അതെടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ബിസിനസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാട്സപ്പ് ബിസിനസ് നിങ്ങൾ ഈ പുതിയ സിം കാർഡിൽ യൂസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ബിസിനസ്സിൻ്റേതായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ നിങ്ങൾ ഈ പുതിയ സിം കാർഡിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള. നിങ്ങളുടെ പേഴ്സണൽ കൊടുക്കരുത്. കാരണം പേഴ്സണലായിട്ട് തന്നെ എടുക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, കാര്യം നമ്മളുടെ ഫോണിൽ 2 സിം ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒരു ഫോൺ തന്നെ മതി. സാധിക്കുമെങ്കിൽ ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവർക്കും അതിന് സാധിച്ചോളണമെന്നില്ല. സാധിക്കുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു സ്റ്റാഫിനോ അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി സ്യൂട്ടബിൾ. 2 ഫോണാണെങ്കിൽ കുറച്ചും കൂടി ആ ഡാറ്റയും കാര്യങ്ങളും എല്ലാം തന്നെ ബിസിനസ്സിൻ്റെ ഡാറ്റകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ബിസിനസ് ഫോണിൽ കിടന്നോളൂ. പിന്നെ പേഴ്സണലിലുള്ളത് പേഴ്സണലിലും കിടന്നോളൂ. പിന്നെ അതിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്ത് ഫോൺ സ്റ്റോറേജൊക്കെ കംപ്ലീറ്റ് ആവാൻ നേരത്ത് ആ വക തലവേദനകളൊക്കെ കുറഞ്ഞു കിട്ടും. നിർബന്ധമല്ല, ഒരു ഫോണിൽ എന്തായാലും ഇപ്പോൾ എല്ലാവരുടെ ഫോണിലും 2 സിം കാർഡ് യൂസ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സിം കാർഡ് എടുക്കുക. ഇനി വാട്സപ്പ് ബിസിനസ് സെറ്റപ്പ് ചെയ്യണതിന് ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഒരു ഫുൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വാട്സപ്പ് ബിസിനസ്സിൽ കാറ്റലോഗ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്, കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ ഞാൻ ഫുള്ളായിട്ടുള്ളൊരു 10-20 മിനിറ്റിൻ്റെ അടുത്തുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വാട്സപ്പ് ബിസിനസ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് ബിസിനസ് സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു സിം കാർഡ് എടുക്കണം. അത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ആ ബിസിനസ് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് എൻക്വയറി എല്ലാം അപ്പോൾ ബിസിനസ്സിൻ്റെ വാട്സപ്പിലേക്ക് വന്നോളൂ, ആ ബിസിനസ് നമ്പറിലേക്ക് വന്നോളൂ. രണ്ടും പേഴ്സണലും
ബിസിനസ്സും മിക്സ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. പലരും മാർക്കറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം, കേട്ടിട്ടുണ്ട്, പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, ആ സാധനം വാങ്ങാനുള്ളവരെ കണ്ടെത്തുന്ന പരിപാടിയാണ് മാർക്കറ്റിംഗ്, വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടെത്താനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം. അതിനാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു 19 വർഷമൊക്കെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ പല മെത്തേഡുകളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റേഡിയോ, പ്രിൻ്റ് മീഡിയ, അതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാഗസീൻസ്, പത്രങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പതിയെ TV വന്നു തുടങ്ങി. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. അപ്പോൾ അതിൽ പരസ്യം ചെയ്യൽ തുടങ്ങി. പിന്നെ അതിനുശേഷം കളർ TV വന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോരോ നൂതനമായിട്ടുള്ള മാർക്കറ്റിംഗ് മീഡിയംസ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വന്ന് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത്, നമ്മളുടെ ഈ ഏജിൽ നിന്ന് എത്തി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. കാരണം ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നോ അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. ആളുകൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് ഫണ്ടമെൻ്റലിൽ പെട്ടിട്ടുള്ള കാര്യമാണ്. ആളുകൾ ശ്രദ്ധ കൊടുക്കുന്നിടത്താണല്ലോ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന സ്ഥലത്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തെ ഒരു സ്മോൾ ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമുക്കത് വയബിളായിട്ട് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ കുറഞ്ഞ തുകക്ക് തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ വലിയ TV ചാനലുകളിൽ പരസ്യം കൊടുക്കാനായിട്ട് നല്ല എമൗണ്ട് ആവും. പക്ഷെ അത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല. പിന്നെ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ ഫ്രണ്ട് പേജിലൊക്കെയാണ് നല്ല എമൗണ്ട് ആവും. ആളുകൾ കാണുന്നിടത്ത് പരസ്യം കൊടുക്കാൻ ഏതായാലും നല്ല എമൗണ്ട് ആവും. ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സൗജന്യമായിട്ട് പോലും മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ 3 തരത്തിലാണ് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. 1 കണ്ടൻറ്റ് മാർക്കറ്റിംഗ്, 2 ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, 3 പെയ്ഡ് ആഡ്സ്, പെയ്ഡ് പരസ്യങ്ങൾ. ഇത് 3 എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എന്നാണ്. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് സൗജന്യമായിട്ട് തന്നെ ചെയ്യും, ആർക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഈ കണ്ടൻറ്റ് നമ്മൾ എപ്പോഴും വീഡിയോ രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കണ്ടൻറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇമേജിൻ്റെ രൂപത്തിൽ, ഓഡിയോയുടെ രൂപത്തിൽ, ടെക്സ്റ്റിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ എല്ലാവരും, നിങ്ങളടക്കമുള്ള എല്ലാവരും ഇന്ന് പ്രിഫർ ചെയ്യുന്നത്, ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വീഡിയോ ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യേണ്ടത്. കാരണം എല്ലാവരും ഇന്ന് വീഡിയോ ഫോർമാറ്റാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ വീഡിയോ രൂപത്തിൽ നിങ്ങൾ കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക. ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിൽ വിശദീകരിക്കാനുള്ള, നമ്മളുടെ വീഡിയോ ഒരുപാട് മണിക്കൂറുകൾ നീണ്ടുപോകും. അപ്പോൾ അത് ഞാൻ ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വാട്സപ്പ് എങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നുള്ള ലിങ്കും കൊടുത്തേക്കാം. എങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യണം, ബിസിനസ്സിനായിട്ട് എങ്ങനെ വീഡിയോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഡിറ്റിങ് കാര്യങ്ങൾ എന്നുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പറയുന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുള്ള ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ, കസ്റ്റമേഴ്സിന് നിങ്ങളിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് തരം ഇൻഫർമേഷൻസും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ രൂപത്തിൽ ചെയ്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേക റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. എന്തുമാവാം, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്തുമാവാം. എന്നിട്ട് അതിൻ്റെ എല്ലാം അവസാനമോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ താഴെ എവിടെയെങ്കിലും നിങ്ങളുടെ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ബിസിനസ് ഉണ്ടല്ലോ, ആ വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എൻക്വയറികൾ വന്നു തുടങ്ങും. കണ്ടൻറ്റ് നമുക്ക് എങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. പ്രത്യേക റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ദിവസവും നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി തന്നെ പറയണമെന്നില്ല. നമുക്കതല്ലാത്ത മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പറയാം. ഇത് പ്രത്യേകമായിട്ടൊരു കോട്ടൊക്കെ ഇട്ട് വന്നിരുന്ന് നമ്മുടെ ന്യൂസ് ആങ്കേഴ്സ് പറയണ പോലെ അക്ഷരമൊന്നും തെറ്റാതെ കൃത്യമായി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അതേപോലെയൊക്കെ നമുക്ക് കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഇതെല്ലാം കണ്ട് മാർക്ക് ഇടാനായിട്ട് ഇവിടെ ജഡ്ജിമാരാരും ഇരിക്കണില്ല. ഇതൊരു കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എങ്ങനെയും കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് ആ വീഡിയോ തന്നെ എത്തിച്ചോളും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ എത്തിച്ചോളും. നിങ്ങൾ കൂടുതൽ പണിയൊന്നും അവിടെ ചെയ്യാനില്ല.
അവിടെ നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനി ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലാണല്ലോ ചെയ്യുന്നത്, എല്ലാവർക്കും നമ്മുടെ പരിസരത്തുള്ളവരൊന്നും അല്ലായിരിക്കും ഈ വീഡിയോസ് എല്ലാം കാണുന്നത്, ദൂരെയുള്ളവരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് കൊടുക്കുക. ആ വാട്സപ്പിലേക്കായിരിക്കും എൻക്വയറിയും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇതാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ വീഡിയോ രൂപത്തിൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന എന്ത് കൊടുത്താലും അത് കണ്ടൻറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇത് ഒന്നാമതായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗജന്യമാണ്. ഇതിന് പ്രത്യേകമായിട്ട് നമുക്ക് കാശ് മുടക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമേഴ്സ് ഇവരെല്ലാം തന്നെ ഓൾറെഡി വീഡിയോസ് ചെയ്യുന്നുണ്ട് പല പല മേഖലയിൽ. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക. ഞാൻ എന്താ പറയണതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന എല്ലാവരെയും നമ്മൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കോൺടാക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ, ബേബി പ്രൊഡക്റ്റുകളൊക്കെയാണ് സെല്ല് ചെയ്യണമെങ്കിൽ അധിക സമയവും നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് നിങ്ങൾക്കറിയാം, പേരൻസ് ആയിരിക്കും. അതായത് പുതിയതായിട്ട് ബേബി പ്രൊഡക്റ്റ് ആണെങ്കിൽ ന്യൂ പേരൻസ് ആയിരിക്കും. അവർക്ക് ആദ്യമായിട്ടൊരു കുട്ടി, ഫസ്റ്റ് ടൈം പേരൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അവരായിരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അവർ കാണാൻ സാധ്യതയുള്ള വീഡിയോസ് ആരുടെയൊക്കെയാണ്, ഇൻസ്റ്റഗ്രാമിൽ ആരുടെയൊക്കെ വീഡിയോസ് കാണാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരെയും നമ്മൾ കോൺടാക്റ്റ് ചെയ്യരുത്. നമ്മളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ ചിലപ്പോൾ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും, എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും സപ്ലിമെൻറ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അവിടെ പോയിട്ട് നിങ്ങൾ ട്രാവൽ വ്ളോഗേഴ്സിനെ ഒന്നും കോൺടാക്റ്റ് ചെയ്തേക്കരുത്, ഫുഡ് റിവ്യൂ ചെയ്യുന്നവരെ കോൺടാക്റ്റ് ചെയ്തേക്കരുത്. നമ്മളുടെ ഓഡിയൻസ് ആരെയാണ് കാണാൻ സാധ്യതയുള്ളത് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇൻസ്റ്റഗ്രാമിൽ ചെല്ലാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആരോഗ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഇൻസ്റ്റഗ്രാം നിങ്ങൾ ആ സെർച്ച് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ തന്നെ വന്നോളൂ. നിങ്ങൾ എന്താണോ സെർച്ച് ചെയ്യണം അത് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, റീസെൻ്റ്ലി നിങ്ങൾ എന്താണോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവർ ഫീഡ്സ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മളുടെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. നിങ്ങൾ യൂട്യൂബിൻ്റെ ഹോമിൽ വന്ന് നോക്കുക, നിങ്ങൾക്ക് സാധാരണ ഇൻട്രസ്റ്റ് ഉള്ള സംഗതികളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്ന, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും യൂട്യൂബിൻ്റെ ആ ഹോമിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും വരിക. അപ്പോൾ സോഷ്യൽ മീഡിയക്ക് അറിയാം നിങ്ങൾ എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അവരെ ജസ്റ്റ് അവരുടെ പ്രൊഫൈലിൽ ചെന്ന് മെസ്സേജ് അയക്കാൻ നേരത്ത് മെസ്സേജ് അയച്ചിട്ട് അവരുടെ അടുത്ത് പറയാം, ഞങ്ങൾ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയാം. ഇനി ഇവർക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്? ഇത് പലരെയും സംശയമാണ്. പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ബാർട്ടർ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷായിട്ട് നമുക്ക് മണി ആയിട്ടും പേയ്മെൻറ്റ് കൊടുക്കാം. ബാർട്ടർ സിസ്റ്റം എന്ന് പറയാൻ നേരത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും. എന്നിട്ട് അവർ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട്, അതെല്ലാം അവർക്കറിയാം, അതൊന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്കും അത് ഓൾറെഡി അറിയാം. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് എടുക്കും, എന്നിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പർ ആ വീഡിയോയിൽ കൊടുക്കും. നമുക്ക് ആ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേയ്മെൻറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് തരുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റഗ്രാമിലുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരെ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരല്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്, മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അതായത് 1,00,000 ഫോളോവേഴ്സിൻ്റെ താഴേക്കുള്ളവരെ കോൺടാക്ട് ചെയ്യുക. അവരാണ് കുറേ കൂടി റിപ്ലൈ തരാനൊക്കെ സാധ്യതയുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് രണ്ട് രീതിയിൽ പറയുക. നമ്മുടെ പ്രൊഡക്റ്റ് വളരെ വില കുറഞ്ഞൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർക്കത് സൗജന്യമായിട്ട് കൊടുക്കാം. അതായത് നമുക്കധികം കോസ്റ്റ് വരാത്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് അവർക്ക് സൗജന്യമായി കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യിക്കുക. അല്ലെങ്കിൽ ചെറിയ പേയ്മെൻറ്റൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഈവൻ 500 രൂപ മുതലൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. 1,00,000 രൂപയുടെ താഴെ 1,00,000 ഫോളോവേഴ്സിൻ്റെ താഴെ
1,00,000 താഴെ ഫോളോവേഴ്സ് ഉള്ളവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് മില്യൺ കണക്കിനുള്ളവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അധിക സമയം കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ കണ്ടൻറ് മാർക്കറ്റിംഗ് സ്വന്തമായിട്ട് ചെയ്യാം. ഇനി അതിന് തീരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നേരെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലേക്ക് ചാടാം. മറ്റുള്ളവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇനി സോഷ്യൽ മീഡിയയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന അവസാനത്തെ ഒരു മെത്തേഡാണ് ഒന്ന് കണ്ടൻറ് മാർക്കറ്റിംഗ്, 2 ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, മൂന്നാമത്തേതാണ് പെയ്ഡ് പരസ്യങ്ങൾ. അതായത് സോഷ്യൽ മീഡിയക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് കുറച്ച് സ്കില്ല് നമുക്ക് വേണം, എന്നാൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ കുറച്ച് പഠിക്കാനുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക. കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ കണ്ടൻറ്റുകൾക്ക് റീച്ച് വരാൻ നേരത്ത് നല്ല രീതിയിൽ വ്യൂസ് വന്ന കണ്ടൻറ്റുകളുണ്ടല്ലോ, നല്ല രീതിയിൽ വ്യൂസ് വന്ന വീഡിയോസ് ജസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാർഗറ്റിംഗ് ഒക്കെ കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ കുറച്ച് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ സെയിൽ വരും. ബൂസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പേയ്മെൻറ്റ് കുറച്ച് മുടക്കേണ്ടതായിട്ട് വരും. നമുക്ക് പല രീതിയിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാം. 150 രൂപ പോലെ എന്തോ സ്റ്റാർട്ടിങ് നമുക്കൊരു ദിവസം മണി സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത്ര ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് അവസാനത്തേക്ക് മാത്രം ചെയ്യുക. പെയ്ഡ് പരസ്യങ്ങൾ അവസാനം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക പേരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തന്നെ അവർ പോയി പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാശ് നഷ്ടമാവും. ആദ്യം നിങ്ങൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക. ഈ വീഡിയോ എല്ലാം ഞാൻ ഓർഡറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ആ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം നിങ്ങൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക, മാർക്കറ്റിങ്ങിൻ്റെ സെക്ഷനിൽ വരാൻ നേരത്ത്. രണ്ടാമത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം. മൂന്നാമത് പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യുക. പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അധികവും ഓൾറെഡി നമ്മളുടെ ഫ്രീ കണ്ടൻറ്റുകൾക്ക് നല്ല വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പെയ്ഡ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു വീഡിയോ ചെയ്തു, അതിന് നല്ല റീച്ച് വന്നു, നല്ല ഷെയർ വന്നു, ഒരുപാട് കമൻറ്റുകളെല്ലാം വന്നെങ്കിൽ അതിനെ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ കൺവേർഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെയ്ഡ് പരസ്യങ്ങൾ എപ്പോഴും നിങ്ങൾ അവസാനത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, 3 രീതിയിലാണ് നമ്മുടെ മാർക്കറ്റിംഗ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ. ഒന്ന് കണ്ടൻറ് മാർക്കറ്റിംഗ്, വീഡിയോസ് നമ്മൾ തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മളുടെ വാട്സപ്പും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത് കണ്ടൻറ് മാർക്കറ്റിംഗ്. 2 ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആരുടെ വീഡിയോസൊക്കെയാണ് കാണുന്നതെന്ന് പഠിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുക. മൂന്നാമത്തത് പെയ്ഡ് പരസ്യങ്ങൾ. ഇത് എപ്പോഴും അവസാനമായിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഇനി 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് സെയിൽസിൻ്റെ സെക്ഷൻ. നമ്മൾ മാർക്കറ്റിംഗ് കഴിഞ്ഞു, മാർക്കറ്റിങ്ങിലൂടെ കസ്റ്റമേഴ്സ് നമ്മുടെ വാട്സപ്പിലൊക്കെ എത്തി. ഇനി അവരെ കൊണ്ട് എങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റ് എടുപ്പിക്കുക, എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടക്കം തന്നെ ആദ്യമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മളാർക്കും അറിയില്ല, നമ്മളുടെ ബ്രാൻഡ് ആർക്കും അറിയില്ല, നമ്മളുടെ പ്രൊഡക്റ്റ് ആർക്കും അറിയില്ല. നമ്മളുടെ പരസ്യങ്ങളെല്ലാം ചെല്ലുന്നത് നമ്മളെ അറിയാത്ത വിഭാഗം ആളുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ 2ആയിട്ടാണ് തരംതിരിച്ചേക്കണേ, കോൾഡ് ഓഡിയൻസും വാം ഓഡിയൻസും. കോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, കോൾഡാണ്, തണുത്തിരിക്കുന്നവരാണ്. വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ളവരാണ്. തണുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് അവർക്കറിയില്ല. ഈ വിഭാഗം ആളുകളെയാണ് കോൾഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. വാം ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. അങ്ങനത്തെ വിഭാഗം ആളുകളെയാണ് വാം ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ തുടക്കം തന്നെ പരസ്യം ചെയ്യാൻ നേരത്ത്, മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചെല്ലുന്നത് ഈ കോൾഡ് ഓഡിയൻസിലേക്കാണ്. അവർക്ക് അറിയില്ല നമ്മൾ ആരാണെന്നുള്ളത്. നമ്മൾ ആരാണെന്ന് അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല. ഓൺലൈനിൽ ഒരു സെയിൽ നടക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് വാങ്ങുള്ളൂ. അപ്പോൾ ട്രസ്റ്റ് വന്നെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആരാണെന്ന് അവരറിയണം. അപ്പോൾ ഫസ്റ്റ് കോണ്ടാക്റ്റിൽ തന്നെ അവർ വാങ്ങിച്ചോളണമെന്നില്ല. മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 8 തവണയെങ്കിലും ഫോളോ അപ്പ് ചെയ്യണം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. എങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വാല്യൂ ഉള്ള എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സ് ഒരു കസ്റ്റമർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു, വാട്സപ്പിൽ എൻക്വയറിയും കാര്യങ്ങളെല്ലാം ചോദിച്ചു, വില ചോദിച്ചതിന് ശേഷം അവർ റിപ്ലൈ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടുള്ള വാല്യൂസ് കസ്റ്റമർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാതെ തന്നെ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും തട്ടിപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. ഇതിൽ പോയി പെടരുത്, അതിനേക്കാൾ ബെറ്റർ ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെ
എന്തൊക്കെയാണോ നിങ്ങളുടെ മേഖലയിൽ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അതായത് കസ്റ്റമർക്ക് എന്ത് ഉപകാരപ്പെടും, ആ കണ്ടൻറ്റ് കണ്ടതിന് ശേഷം കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഉറപ്പുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അയച്ചു കൊടുക്കുക കസ്റ്റമേഴ്സ്. അറ്റ്ലീസ്റ്റ് ഒരു 7-8 തവണയെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. 7 to 8 ടൈംസ് എങ്കിലും ആവറേജ് ഒരു കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെയിൽ നടക്കുള്ളൂ. കാരണം ഇനീഷ്യൽ കോൺടാക്റ്റിൻ്റെ പ്രശ്നം, ആദ്യം തന്നെ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് കസ്റ്റമർക്ക് അറിയില്ല നമ്മൾ ആരാണെന്നുള്ളത്. അവർ കോൾഡ് ഓഡിയൻസിൻ്റെ ആ സെഗ്മെൻറ്റിൽ പെട്ട ആളുകളാണ്. അവരെ വാം ഓഡിയൻസിലേക്ക് മാറ്റാനുള്ള പ്രോസസ്സാണ് ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. കസ്റ്റമർ ചോദിക്കാതെ തന്നെ അവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഹോം ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളെ പറ്റി പറഞ്ഞുകൊണ്ട് കസ്റ്റമേഴ്സിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കുക, വീഡിയോ രൂപത്തിൽ തന്നെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ വാട്സപ്പിൽ ഈ വീഡിയോ കാണാൻ നേരത്ത് കസ്റ്റമേഴ്സ് കൺവിൻസ്ഡ് ആവും. നമ്മളിതൊക്കെ ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളല്ല ലോകത്ത് ആദ്യമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കണം. നമ്മളെപ്പോലെ ഒരുപാട് പേര് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ കസ്റ്റമേഴ്സ് ഒന്നിലധികം ആളുകളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളും അങ്ങനെയാണല്ലോ. ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പിക്ക് ചെയ്യാൻ നേരത്ത് ആദ്യ ആളെ കാണുന്ന അയാളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിയല്ലോ. പ്രത്യേകിച്ച് കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകളാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സുകൾ കസ്റ്റമേഴ്സ് എന്തായാലും നോക്കും. അപ്പോൾ എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരാൻ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരാൻ നേരത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യണം. ഇങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മൾട്ടിപ്പിൾ കോൺടാക്റ്റുകൾ നടത്തുക. കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്നത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അങ്ങനെ ആ 7-8 കോൺടാക്റ്റ് വരാൻ നേരത്ത് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് കോൾഡ് ഓഡിയൻസ് എന്നുള്ള സെഗ്മെൻറ്റിൽ നിന്ന് മാറി വാം ഓഡിയൻസിലേക്ക് വരും. മുമ്പ് നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ അറിയില്ലായിരുന്നു. ഇപ്പോൾ കസ്റ്റമേഴ്സ് പതിയെ പരിചയപ്പെട്ട് ചൂട് പിടിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വാം ഓഡിയൻസ് എന്ന് പറഞ്ഞത്. ചൂടോടി കൂടിയുള്ള കസ്റ്റമറായിട്ട് മാറും. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്നാണോ ആ പ്രൊഡക്റ്റ്, എപ്പോഴാണോ ആ പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരുന്നത്, അവരുടെ മൈൻഡിൻ്റെ ടോപ്പിൽ, അവരുടെ മനസ്സിൽ ടോപ്പിൽ നമ്മൾ വരണം. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള കണ്ടൻറ്റുകൾ അയച്ചു കൊടുക്കുക. കസ്റ്റമേഴ്സിന് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. മറ്റുള്ള ആരും ഇത് ചെയ്യണില്ല, നിങ്ങൾ ചെയ്യണുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ഉറപ്പിച്ചോ, ആ സെയിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഇനി കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും എടുപ്പിക്കാനുള്ള രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല നല്ല ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. എന്തിനാണ് ഓഫർ പ്രൊവൈഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആളുകൾ ആക്ഷൻ എടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു കാരണം വേണം. അപ്പോൾ ഈ കാരണം നമ്മൾ അവരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത്. ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എടുക്കാൻ എന്തെല്ലാം കാരണങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുമോ അതെല്ലാം നമുക്ക് സെയിലായിട്ട് മാറും. അപ്പോൾ നല്ല നല്ല ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യണം. ഈ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓഫർ സെറ്റ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാണ് ഓഫർ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു ഓഫർ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇതിന് ബിസിനസ്സിൽ സാധാരണ പറയാം ഓഫർ ക്രാഫ്റ്റിംഗ് എന്നാണ്. ഞാനത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഓഫർ എന്തിനാണെന്ന് അറിയാലോ, വേറെ ഒന്നും കൊണ്ടല്ല, കസ്റ്റമേഴ്സിന് ഒരു റീസൺ വേണം പേയ്മെൻറ്റ് തന്ന് വാങ്ങാനായിട്ട്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ വഴുകിപ്പിച്ചുകൊണ്ടിരിക്കും. ഇന്നാവട്ടെ നാളെ ആവട്ടെ, സാലറി കിട്ടുമ്പോൾ ആവട്ടെ, 2 ആഴ്ച കഴിഞ്ഞിട്ടാവട്ടെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ആ സെയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യണത്. അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ചിലപ്പോൾ മറന്നു പോകും, പല പല പ്രശ്നങ്ങൾ വന്നേക്കാം. എത്രയും പെട്ടെന്ന് സെയിൽ നമുക്ക് നടത്താൻ സാധിക്കുമോ അത്രയും നല്ലത്. അപ്പോൾ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓഫർ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. എങ്ങനെയാണ് ഒരു ഓഫർ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫറിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫറിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ വാട്സപ്പിൽ വരുന്നു, നിങ്ങളൊരു 5-6 തവണ കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യുന്നു. കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് അവർ ആഡ് ആയിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പിൻ്റെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഈ വാട്സപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഓഫർ പ്രൊവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഓഫറിന് നിങ്ങൾ ഒരു പേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആമസോൺ പ്രൈം ഡേ ഓഫർ, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് ഓഫർ, ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫർ. ഇങ്ങനെ പല പല പേരുകൾ, പല രസകരമായിട്ടുള്ള പേരുകളൊക്കെ ഇട്ടിട്ട്, ഗ്രേറ്റ് ഫ്രീഡം സെയിൽ, അങ്ങനെ പല പേരുകൾ ഇട്ടിട്ട് അവർ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഓഫറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പേര് കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സ് അത് കുറച്ചും കൂടി ശ്രദ്ധിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട സംഗതിയാണ് നിങ്ങളുടെ ഓഫറിനൊരു പേര് കൊടുക്കാം.
ഗ്രേറ്റ് 1 ഡേ സെയിലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അതിൽ വലിയ കഥയൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു പേര് കൊടുക്കുക. ഹെഡിങ് ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇന്ന സെയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇനി ഓഫർ ക്രാഫ്റ്റിംഗ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് നിങ്ങളുടെ ഓഫറിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്, ഓഫറുകളെല്ലാം തന്നെ ടൈം ലിമിറ്റഡ് ആയിരിക്കണം. ഇത് നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൽ തിടുക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ടൈം ബോണ്ടഡ് എന്ന് പറയും. അതായത് എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും എന്നുള്ളത് കൃത്യമായി തന്നെ പറയണം. എന്നാലാണ് കസ്റ്റമേഴ്സിൽ തിടുക്കം ഉണ്ടാവുള്ളൂ. അതിങ്ങനെ നീണ്ടു വരുന്ന 365 ദിവസവും ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് തിടുക്കം ഉണ്ടാവില്ല. 12-ാം തീയതി തുടങ്ങി 14-ാം തീയതി 15-ാം തീയതി എന്നാണ് അവസാനിക്കുന്നത്, ആ അവസാനിക്കുന്ന ഡേറ്റ് അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. നമ്മളുടെ ഓഫർ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാർക്കറ്റിംഗ് ചെയ്ത് കൊണ്ടുവന്ന കസ്റ്റമേഴ്സിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിക്കുമല്ലോ. ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിക്കഴിയാൻ നേരത്ത് അവർക്ക് ഓഫർ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നമ്മളുടെ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 15-ാം തീയതി അവസാനിക്കും എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. എന്നാലാണ് കസ്റ്റമേഴ്സിൽ അർജൻസി ഉണ്ടാവുള്ളൂ. ഇത് നിർബന്ധമാണ്, ഒരു ഡേറ്റ് നിർബന്ധമാണ്, തുടങ്ങുന്ന ഡേറ്റും അവസാനിക്കുന്ന ഡേറ്റും നിർബന്ധമാണ്. ഒരുപാട് സംരംഭകർ മിസ് ചെയ്യുന്ന സംഗതിയാണ്. ഈ ഡേറ്റ് മിസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൽ അർജൻസി ഉണ്ടാവില്ല. അർജൻസി ഇല്ലെങ്കിൽ അവർ വാങ്ങിക്കില്ല. കാരണം ഞാൻ എന്തിനു വാങ്ങണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ കൊടുക്കണേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ, നമ്മളിൽ നിന്ന് വാങ്ങാനായിട്ടൊരു റീസൺ ഇട്ട് കൊടുക്കണതാണ്. 15-ാം തീയതിക്കുള്ളിൽ വാങ്ങുകയാണെങ്കിൽ ഈ ഓഫർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ വാങ്ങൽ നടക്കും. ആ ബയ്യിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് അവിടെ നടക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ടൈം ബോണ്ടഡ് ആയിരിക്കണം എപ്പോഴും, ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓഫറിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സ്കേഴ്സിറ്റി എന്ന് പറയും. അതായത് ലഭ്യത കുറവ്. ഈ എന്തെങ്കിലും ഒരു സാധനം കുറച്ചേ ഉള്ളൂ എന്ന് വരാൻ നേരത്ത്, അങ്ങനെ അറിയാൻ നേരത്ത് നമുക്കത് കൂടുതലായിട്ട് വേണ്ടതായിട്ടൊരു ഫീല് നമ്മുടെ മനസ്സിൽ വരും. ഇതൊരു കൺസ്യൂമർ സൈക്കോളജിയുടെ ഭാഗമാണ്. എല്ലാവർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ട്. എന്തെങ്കിലും കുറച്ചുള്ളൂ എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ആഗ്രഹം കൂടും. ലിമിറ്റഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിനോട് അത് കൂടുതലായിട്ട് വേണ്ടതായിട്ട് നമുക്ക് തോന്നും. സ്വർണം എന്തുകൊണ്ടാണ് അതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലോഹമായിട്ട് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു ലോഹങ്ങൾ പോലെ അത് ലഭ്യമല്ല. വലിയ ലഭ്യതക്കുറവ് അതിനുണ്ട്. സ്വർണം വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് ലോകത്തുള്ളത്. അതുകൊണ്ടാണ് അതിന് വളരെ മൂല്യം കൂടിയത്. അപ്പോൾ ഇത് പ്രത്യേകം എന്ത് കുറവുണ്ട്, ഇതിനെ പറയുക സ്കേഴ്സിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് ഞാൻ പറയുക. എന്താണോ കുറവുള്ളത് അല്ലെങ്കിൽ എന്താണോ കുറഞ്ഞു വരാൻ പോകുന്നത്, ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് വേണമെന്നുള്ളൊരു മോഹം നമ്മുടെ മനസ്സിൽ കൂടി വരും. ഇത് എങ്ങനെയാണ് നമ്മുടെ ഓഫറിൽ സെറ്റ് ചെയ്യണമെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സെല്ല് ചെയ്യണത് ജെൻസിൻ്റെ ഷർട്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ കുട്ടികളുടെ ടോയ്സാണ് നിങ്ങൾ സെല്ല് ചെയ്യണത്. ഒരു പച്ച കളറിലുള്ളൊരു കാറ് നിങ്ങളുടെ അടുത്തുണ്ട്, അത് 10 എണ്ണേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫറിൽ കൊടുക്കുക. അപ്പോൾ അതിൽ ഓഫറിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം, ആദ്യം വരുന്ന 10 പേർക്ക് മാത്രമായിരിക്കും ഇതുണ്ടാവുക. കാരണം ആകെ 10 പീസേ നിങ്ങളുടെ അടുത്ത് അതുള്ളൂ. 11-ാമം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ 10 എണ്ണം ഉള്ളൂ എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ സെയിൽ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത കൂടുതലല്ല. കാരണം ഒരുപാട് പേര് അത് കാണാൻ നേരത്ത്, നമ്മൾ വാട്സപ്പിലാവട്ടെ സോഷ്യൽ മീഡിയയിലോ എവിടെ ഓഫർ കൊടുത്താലും ഇത് കാണാൻ നേരത്ത് അത് ലിമിറ്റഡ് ആണെന്ന് അറിയാൻ നേരത്ത് സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ തിടുക്കം വരും. ഈ തിടുക്കം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കേഴ്സിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ ഓഫറിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ഓഫറിന് നല്ലൊരു പേര് കൊടുക്കണം, അത് എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. സ്കേഴ്സിറ്റി, അത് ഇന്ന പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ഇത്ര എണ്ണേ ഉള്ളൂവെങ്കിൽ അത് അത്രയേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇനി സർവീസാണ് നിങ്ങൾ നടത്തണമെങ്കിൽ, എന്തെങ്കിലും സർവീസാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കാം, എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തെങ്കിലും അക്കാഡമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാഴ്ചയിൽ ഇത്ര സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ളൂ എങ്കിൽ അത്രയും സ്റ്റുഡൻസിനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ കിടന്നിട്ട് കാര്യമില്ല, അതവിടെ മെൻഷൻ ചെയ്യണം. അത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ കാണണം, എന്നാൽ മാത്രമാണ് അവർ ആക്ഷൻ എടുക്കുകയുള്ളൂ. 10 സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഈ ആഴ്ച എടുക്കണുള്ളൂ, ഈ മാസം 10 സ്റ്റുഡൻസിനെയാണ് എടുക്കണുള്ളൂ. കാരണം അതിനുള്ള കപ്പാസിറ്റിയെ നമ്മുടെ സ്ഥാപനത്തിനുള്ളൂ എന്ന് നമ്മളങ്ങ് പറയാണ്. അപ്പോൾ 10 പേര് എടുക്കുകയുള്ളൂ എന്ന് അറിയാൻ നേരത്ത്, അത് 10 ഉള്ളൂ, ലിമിറ്റഡ് ആണെന്ന് അറിയാൻ നേരത്ത് ആളുകളുടെ ഉള്ളിൽ അതിനോട് കുറച്ചും കൂടി അധികം മോഹം വരും. ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്, പ്രൂവൺ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ ഈ സ്കേഴ്സിറ്റി പ്രിൻസിപ്പിളും നിങ്ങളുടെ ഓഫറിലേക്ക് ആഡ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഓഫറിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് ബോണസ് എന്ന് പറയും. അതായത് എന്തെങ്കിലും കസ്റ്റമേഴ്സിന് ആ മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ
ആ മെയിൻ പ്രൊഡക്റ്റ് കുറച്ചും കൂടി കസ്റ്റമേഴ്സിന് ആകർഷണം തോന്നും അതിനോട്. കാരണം ഒരു ബോണസും കൂടി, ഇത് മെയിൻ പ്രൊഡക്റ്റ്, അതിൻ്റെ കൂടെ ഒരു ബോണസും കൂടി വരാൻ നേരത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലിംഗ് വരും. ഫീലിംഗ് വരെയല്ല, അത് ബെറ്ററാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും കൂടി സൗജന്യമായിട്ട് കൊടുക്കുകയുള്ളൂ. ഇതും ഈ ഓഫറിൻ്റെ ഭാഗമാണ്. ഇത് ഈ ഓഫർ ടൈമിൽ മാത്രമാണ് നമ്മൾ ഈ മെയിൻ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഈ ബോണസും കൂടി സൗജന്യമായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ടോയ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുന്ന ഒരു 1000 രൂപയുടെ ടോയ് ആണെന്ന് വിചാരിക്കുക. 1000 രൂപയുടെ ആ ഒരു കാറാണെന്ന് വിചാരിക്കുക, ഒരു കാർ ടോയ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ വല്ലോ 20 രൂപയുടെയോ 30 രൂപയുടെ എന്തെങ്കിലും കൂടി നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന സൗജന്യമായിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ബണ്ടിലായിട്ട് കാണാൻ നേരത്ത് കുറച്ചും കൂടി ബെറ്ററായിട്ട് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യും. ഈ ബോണസ് കാലാകാലം കിട്ടൂല, ഈ ഓഫർ പീരീഡിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ ഓഫറിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 12-ാം തീയതി തുടങ്ങി 20-ാം തീയതി അവസാനിക്കും, 12-ാം തീയതി തുടങ്ങി ഇന്ന ദിവസം അവസാനിക്കും എന്നുള്ളത് മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ബോണസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഓഫറുകളെല്ലാം തന്നെ സിമ്പിളായിരിക്കണം. നമ്മുടെ ലാംഗ്വേജ് എല്ലാം തന്നെ സിമ്പിളായിരിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്. എനിക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അറിവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണ ഒരു സ്ഥലമല്ല അത്. ആളുകൾക്ക് മനസ്സിലാവണം. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്ത് കഥയാണ് പറയണമെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അത് മനസ്സിലായില്ലെങ്കിൽ അവരെ കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആവും, സംശയം നിലനിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംശയം നിലനിൽക്കുമ്പോൾ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് തരൂല, സാധനം വാങ്ങൂല. ഇതാണ് പ്രശ്നം. സെയിൽ നടക്കൂല, ആ ബിസിനസ് നല്ല രീതിയിൽ പോകില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ സെല്ല് ചെയ്യണത് വലിയ കഥാകൃത്തിനോ അല്ലെങ്കിൽ വലിയ നോവലിസ്റ്റിനോ ഒന്നുമല്ല നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണത്. വളരെ മടിയന്മാരായിട്ടുള്ള ആവറേജ് ജനങ്ങൾക്കാണ് നമ്മൾ സെല്ല് ചെയ്യണത്. അപ്പോൾ അവരുടെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇത് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ അപകടമാണ്. പലരും വരുത്തുന്ന മിസ്റ്റേക്കാണ്. ഭയങ്കര സാഹിത്യമൊക്കെ നിറഞ്ഞിട്ടുള്ള എഴുത്തുകളൊക്കെ അവർ നടത്തും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് ഇത് വായിച്ചെടുക്കാൻ പറ്റില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഓഫറുകളെല്ലാം തന്നെ സിമ്പിളായിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓഫർ കൊടുക്കാൻ നേരത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാത്ത വേർഡും വലിയ എന്തോ സംഗതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാഷ മലയാളമായിരിക്കണം. നിങ്ങളുടെ കസ്റ്റമേഴ്സ് മലയാളികളാണെങ്കിൽ മലയാള ഭാഷയിൽ തന്നെ നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. അവിടെ ഇംഗ്ലീഷ് പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടാതിരിക്കുക. ഇംഗ്ലീഷുകാർക്കാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനിൽ ഇംഗ്ലീഷ് പറയേണ്ടതായിട്ട് വരും. പ്രൊഫഷണലിസം ഇതാണെന്ന് പറഞ്ഞ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷുകൾ അടിച്ച് കയറ്റുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവറേജ് കസ്റ്റമേഴ്സ് മലയാളികളാണ്, അവർ ആവറേജ് എഡ്യൂക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വായിച്ച് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരാൻ നേരത്തെ അവിടെ സെയിൽ നടക്കില്ല. അപ്പോൾ ഭാഷ എപ്പോഴും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ് സെല്ല് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മലയാളികളാണെങ്കിൽ അത് മലയാള ഭാഷ ഉപയോഗിക്കുക. ഈവൻ എഴുത്ത് പോലും മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എഴുത്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഇംഗ്ലീഷിൽ ഒരു ഐഡിയ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ ആ എക്സാക്റ്റ് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്നുള്ള ആശയം പിടിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ മാതൃഭാഷയിലാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മാതൃഭാഷയിൽ തന്നെ നിങ്ങളുടെ ഓഫറുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കുക. കസ്റ്റമേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി പലർക്കും വരുന്ന വേറൊരു സംശയമാണ് ഈ ഓഫർ. ഈ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഠിക്കാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ എന്ത് വിൽക്കാനുണ്ട് എന്നുള്ളതിലല്ല കാര്യം, അതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു, അതെങ്ങനെ വിൽക്കുന്നു എന്നതിലാണ് കാര്യം. ഇനി ഓഫർ കൊടുക്കാൻ നേരത്ത് പലരുടെയും ഒരു സംശയമാണ്, എത്ര നാൾ നമുക്ക് ഓഫർ കൊടുക്കാമെന്നുള്ളതാണ്. അതിന് പ്രത്യേക ഒരു ഇതില്ല. നമ്മൾ ഒരുപാട് കുറഞ്ഞും പോകരുത്, ഒരുപാട് കുറഞ്ഞ ടൈം ലിമിറ്റിലും ആവരുത്, അങ്ങനെ നീണ്ടു പരന്ന് കിടക്കാനും പാടില്ല. ഒരു നല്ലൊരു ഇത് പറയുകയാണെങ്കിൽ ഒരു 7 ഡേ ഓഫർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. 7 ദിവസത്തെ ഓഫർ കൊടുക്കാം, 3 ദിവസത്തെ ഓഫർ കൊടുക്കാം, 4 ദിവസത്തെ ഓഫർ കൊടുക്കാം. ഒരു 10 ദിവസത്തിനൊക്കെ മേളിലായിട്ട് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ അതൊരു തണുത്തൊരു ഇതായിരിക്കും. ഇനി ഉണ്ടല്ലോ, പതിയെ ആവട്ടെ, പിന്നെ ആവട്ടെ എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ഒരു 7 ഡേ ഓഫർ, 5 ഡേ ഓഫർ, 3 ഡേ ഓഫർ, 1 ഡേ ഓഫർ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാം. ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ രീതിയിലായിരിക്കും നമുക്കതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നത്. നിങ്ങൾ തന്നെ ടെസ്റ്റ് അടിച്ച് നോക്കുക.
ഒരു കാര്യം എപ്പോഴും മനസ്സിലോർക്കാം, ഓഫറുകളെല്ലാം തന്നെ ടൈം ലിമിറ്റഡ് ആയിരിക്കണം. അത് നീണ്ടു പരന്ന് ഇങ്ങനെ കിടക്കാനും പാടില്ല. എന്നാൽ കസ്റ്റമേഴ്സിന് ഒന്ന് ആലോചിക്കാനുള്ളൊരു സമയവും നമ്മൾ കൊടുക്കണം. എപ്പോഴും ഒരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കുന്നതാണ് നല്ലത്. 5 ഡേ 4 ഡേ 3 ഡേ 7 ഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓഫറുകൾ കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഓഫറിൻ്റെ സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു പേര് കൊടുക്കുക. ലഭ്യത കുറവുണ്ടെങ്കിൽ ആ ലഭ്യത കുറവുണ്ടെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുക. സ്കേഴ്സിറ്റി ടൈം ബോണ്ട് ആയിരിക്കണം, അതായത് ഇന്ന ദിവസം തുടങ്ങി ഇന്ന ദിവസം അവസാനിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുക. സിമ്പിളായിരിക്കണം, ഏതൊരാൾക്കും പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഓഫർ കൊടുക്കേണ്ടത്. ഇതെല്ലാമാണ് നിങ്ങളൊരു ഓഫർ ക്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന രീതിയാണ്. അതായത് നിങ്ങൾക്കൊരു ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ തുടക്ക സമയത്ത് എങ്ങനെയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കണേ എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ് സെല് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് UPI ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാം. ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട്, ഈവൻ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിലും തുടക്ക സമയത്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ UPI ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ വഴി നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാം. ഇനി അതല്ല പ്രവാസികളൊക്കെയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, കാര്യങ്ങൾ IFSC ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രവാസികൾക്കും പേയ്മെൻറ്റ് തരാനായിട്ട് സാധിക്കും. അപ്പോൾ തുടക്ക സമയത്ത് പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേയോ കാര്യങ്ങളോ ഒന്നും ഓർത്ത് തല പോയിക്കേണ്ട കാര്യമില്ല. നമുക്ക് തുടക്ക സമയത്ത് എപ്പോഴും ട്രാൻസാക്ഷൻസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ട്രാൻസാക്ഷൻസ് കൂടി വരാൻ നേരത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, നല്ലൊരു GST കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് നിങ്ങൾ GST എടുക്കുക. മറ്റ് കാര്യങ്ങളെല്ലാം, കറണ്ട് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വിൽക്കുക എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഈ ലീഗൽ പേപ്പർ വർക്കുകൾ, കാര്യങ്ങൾ, ചപ്പ് ചവറ അതൊക്കെ ഒരു സൈഡിൽ കിടക്കും. ഒരു കാര്യം ഞാൻ പറയാം, കസ്റ്റമേഴ്സ് ഇതൊന്നും കെയർ ചെയ്യണില്ല. നിങ്ങളാരാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾക്ക് പേപ്പറോ കാര്യങ്ങളോ ഇതെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടോ എന്നുള്ളത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണേ അല്ല. കസ്റ്റമേഴ്സിൻ്റെ കൺസേൺ ഒറ്റ കാര്യമുള്ളൂ, ഇതിലെനിക്കെന്താണുള്ളത്, ഈ പ്രൊഡക്റ്റ് വാങ്ങിയുകൊണ്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ്, ഈ സർവീസ് തിരഞ്ഞെടുത്തുകൊണ്ട് എന്താണ് എനിക്ക് ബെനിഫിറ്റ്. ഈ ഒരു സംഗതിയാണ് കസ്റ്റമേഴ്സിൻ്റെ കൺസേൺ. ഇതാദ്യം നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് നോക്കണം. ഇത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി വറി ചെയ്യേണ്ടത്. ലീഗൽ പേപ്പറുകളും കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് വേണ്ടതാണ്. അതെല്ലാം നമ്മൾ എടുക്കണം. ഓരോ സ്റ്റേജിൽ നമ്മൾ എടുത്തെടുത്ത് പോകുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പേയ്മെൻറ്റ് സ്വീകരിച്ചു, നിങ്ങൾക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി. ഞാൻ പറയല്ലോ, ഇതെല്ലാം ഓർഡറിലാണ് ഞാൻ പറഞ്ഞു പോണത്. നിങ്ങൾക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി. ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വാങ്ങിക്കണം കസ്റ്റമേഴ്സിൻ്റെ. ഇവിടെ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്രസ്സിൻ്റെ സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ പിൻകോഡ് കൃത്യമാണോ എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കണമെങ്കിൽ പിൻകോഡ് വേണമല്ലോ. ഈ പിൻകോഡിലെ ഒരക്കം തെറ്റിയാൽ പോലും കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിലേക്ക് എത്തില്ല. കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിലെ ബാക്കി എല്ലാം കറക്റ്റാണെങ്കിലും, പേര് കറക്റ്റാണ്, വീട്ടുപേര് കറക്റ്റാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് കറക്റ്റാണ്, ഇനി ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റാണ്, പോസ്റ്റ് ഓഫീസിൻ്റെ കറക്റ്റാണ്, മൊബൈൽ ഫോൺ നമ്പർ കറക്റ്റാണ്, പക്ഷേ പിൻകോഡ് തെറ്റിപ്പോയി. ഇങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിലെത്തൂല. കാരണം കൊറിയർ ഓഫീസുകളും പോസ്റ്റ് ഓഫീസും എല്ലാവരും പിൻകോഡ് അടിസ്ഥാനമാക്കിയിട്ടാണ് സോർട്ട് ചെയ്യണത്, തരംതിരിക്കണത്, ഏത് എങ്ങോട്ട് പോകണമെന്നുള്ളത് തരംതിരിക്കണത്. അപ്പോൾ ഇത് ഈ പിൻകോഡ് അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ എപ്പോഴും പറയാം, പിൻകോഡ് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ കസ്റ്റമറുടെ അടുത്ത് പറയാം. അപ്പോൾ കസ്റ്റമർ തന്നെ ചെക്ക് ചെയ്യും. ഞാനിത് മുമ്പ് പ്രൊഡക്റ്റ് സെല് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് അബദ്ധം ഇങ്ങനെ സംഭവിച്ചേക്കണെയാണ്. കാരണം പിൻകോഡിൽ ഒരക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ചിലപ്പോൾ ഞാൻ എഴുതുമ്പോൾ മാറണമായിരിക്കാം, അല്ലെങ്കിൽ അവർ അയച്ചു തരുമ്പോൾ മാറണമായിരിക്കും. അത് പിന്നെ അവിടെ പോകുന്നു, തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നു, വീണ്ടും കറക്റ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നമ്മൾ വീണ്ടും അയക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരെയാണ്, സമയവും വേസ്റ്റ് ആവുകയാണ്. ഇതൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് അഡ്രസ്സ് ഇട്ട് തരാൻ നേരത്ത് അവരുടെ അടുത്ത് അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറയാം. മേഡം, സാർ, ഇതൊന്നും കൂടി വെരിഫൈ ചെയ്യുക, പിൻകോഡും മൊബൈൽ ഫോൺ നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറയാം. പിന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കുക വാട്സപ്പിൽ. നെയിം, അഡ്രസ്സ്, പിൻകോഡ്, അതേപോലെ തന്നെ ഫോൺ നമ്പർ 1, ഫോൺ നമ്പർ 2, ലാൻഡ്മാർക്ക്, ഇങ്ങനെ നിങ്ങളിട്ട് ഒരു സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കസ്റ്റമേഴ്സിന് പൂരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വാട്സപ്പിൽ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് കസ്റ്റമേഴ്സിന് അതൊക്കെ വാട്സപ്പിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ വാട്സപ്പിൻ്റെ വീഡിയോ ലോങ് കാണാൻ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് കസ്റ്റമേഴ്സിന് അത് അയച്ചു കൊടുക്കാൻ നേരത്ത് കസ്റ്റമേഴ്സ് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് തരും. മൊബൈൽ ഫോൺ നമ്പർ, ആൾട്ടർനേറ്റീവ് മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അഡ്രസ്സ് വാങ്ങാൻ നേരത്ത് അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുക. ഫിസിക്കൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ.
സർവീസിന് പിന്നെ അങ്ങനെ അഡ്രസ്സ് ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസ് ആണെങ്കിൽ അവിടെ അഡ്രസ്സിൻ്റെ ഒരു പ്രശ്നം തന്നെയില്ല. പക്ഷേ ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നവർ അഡ്രസ്സ് പ്രത്യേകമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മളുടെ കൊറിയറിൻ്റെ സെക്ഷൻ. കൊറിയറിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല കൊറിയർ ഏതാണെന്നുള്ളത്. കാരണം അങ്ങനെ ഒരു കൊറിയറിനെ പറഞ്ഞു തരാൻ പറ്റില്ല, അത് ഓരോ സ്ഥലത്തും ഓരോന്നാണ്. ഇപ്പം നിങ്ങളുടെ സ്ഥലത്ത് നല്ല രീതിയിൽ വർക്കാവണ കൊറിയർ കസ്റ്റമറുടെ ഏരിയയിൽ മോശമായിരിക്കും. അപ്പോൾ ഒരു കൃത്യമായൊരു കൊറിയറിനില്ല, നമ്മളെല്ലാം പരീക്ഷ നോക്കുക എന്നുള്ളതാണ്. പ്രൈവറ്റ് കൊറിയറുകളും പോസ്റ്റ് ഓഫീസും എല്ലാം ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് അടിച്ച് നോക്കുക ഏതിലാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിലെ പ്രൈവറ്റ് കൊറിയറുകളായിരിക്കും ഏറ്റവും നല്ലത്, ചിലപ്പോൾ പോസ്റ്റ് ഓഫീസായിരിക്കും. അപ്പോൾ കൊറിയറുകൾ എപ്പോഴും തന്നെ നിങ്ങൾ ടെസ്റ്റ് അടിച്ച് നോക്കാം. പിന്നെ ഓൺലൈനിൽ സർവീസ് ഉണ്ട്. ഷിപ്പ് റോക്കറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും അവരുടെ കൊറിയർ സർവീസ് ഉപയോഗിച്ചിട്ട് കൊറിയർ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷിപ്പ് റോക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നമുക്ക് കൊറിയർ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോണ ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൊറിയറുകൾ ഒരുപാട് ഓർഡറുകൾ നമുക്ക് വരികയാണെങ്കിൽ മിക്ക പ്രൈവറ്റ് കൊറിയറുകൾ നമ്മളുടെ ലൊക്കേഷനിൽ തന്നെ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും പ്രൊഡക്റ്റ് എല്ലാം. നിങ്ങൾ അവരുടെ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നമ്മുടെ അടുത്ത് തന്നെ വന്നവർ എടുത്തോളും, നല്ല നിങ്ങൾക്ക് ഓർഡറുകൾ ഉണ്ടെങ്കിൽ. പിന്നെ പ്രൈവറ്റ് കൊറിയറുകളാണെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡെയിലി 10 ഓർഡർ 20 ഓർഡറൊക്കെ 15 ഓർഡർ അങ്ങനെ പല റേഞ്ചിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് അതിൻ്റെ ഓണറുമായിട്ടൊന്ന് സംസാരിക്കുക, ആ ലോക്കൽ ഓണറുമായിട്ട് സംസാരിക്കുക. ഞാൻ ഡെയിലി ഇത്ര പീസ് വെച്ച് തരാം, എനിക്ക് ഷിപ്പിംഗ് ചാർജിൽ എന്തെങ്കിലും കുറവ് ചെയ്ത് തന്നോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ലോക്കൽ കൊറിയറിൽ പോയി സംസാരിച്ച് അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നടക്കാൻ സാധ്യതയില്ല, പ്രൈവറ്റിലാണെങ്കിൽ നടക്കും. പ്രൈവറ്റ് കൊറിയറുകളിലാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കൊറിയർ ചാർജ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൊറിയർ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വാങ്ങാനായിട്ട് സാധിക്കും. ഈ ബബിൾ റാപ്പ്, അതേപോലെ തന്നെ പോളി ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല് ചെയ്യണവർക്കാണ് ഇതിൻ്റെ ആവശ്യം വരിക. ബബിൾ റാപ്പ്, പോളി ബാഗ്, അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണ സംഗതി, കട്ടറുകൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള മീഷോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റുകളിലും ഹോൾസെയിൽ മാർക്കറ്റുകളിലും ഇപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ പോളി ബാഗും ഇങ്ങനെ വലിച്ചിട്ട് ഒട്ടിക്കുന്ന സംഗതിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ലോക്കൽ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതും നമുക്ക് അങ്ങനെ വാങ്ങാനായിട്ട് സാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് പാക്കേജിങ്ങിനൊന്നും അധികം തുടക്ക സമയത്ത് ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുള്ള പ്രൊഡക്റ്റുകൾക്കാണ് ഓവറായിട്ട് പൊതിയേണ്ടയും പാക്ക് ചെയ്യേണ്ടതൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ആ തുടക്കം തന്നെ അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും അതിൽ നിന്ന്. ഇനി നിങ്ങൾക്ക് ഓർഡറുകളെല്ലാം കിട്ടി തുടങ്ങാൻ നേരത്ത് നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കസ്റ്റമേഴ്സിൻ്റെ എല്ലാ നമ്പറുകൾ നിങ്ങളുടെ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വീണ്ടും വീണ്ടും മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് ഇടാം, കസ്റ്റമറോട് നിങ്ങൾ പറയുക, കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ അവരോടും സേവ് ചെയ്ത് വെക്കാൻ പറയുക. അതേപോലെ തന്നെ കസ്റ്റമറുടെ നമ്പർ നമ്മളും സേവ് ചെയ്ത് വെക്കണം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ സേവ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയും സെല് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എല്ലാ ദിവസവും രാവിലെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാം, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാറ്റസ് ഇടാം. ഇനി നിങ്ങൾ ചിലപ്പോൾ സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ടല്ലായിരിക്കും ഇരിക്കുന്നത്, ഒരു മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ പല പല പ്രൊഡക്റ്റുകൾ നമുക്ക് ഇറക്കാമല്ലോ. അപ്പോൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരാൻ നേരത്ത് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാം. ഈ സ്റ്റാറ്റസ് ആ കസ്റ്റമർ കാണണമെങ്കിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരാൻ നേരത്ത് കസ്റ്റമേഴ്സിനെ അറിയിക്കാനായിട്ട് സാധിക്കും. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നമുക്ക് 2 രീതിയിലാണ് ബിസിനസ് വളർത്താൻ പറ്റുന്നത്. ഒന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് വിറ്റുകൊണ്ടും പിന്നെ പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും. അപ്പം നിലവിലുള്ള കസ്റ്റമേഴ്സിന് വിൽക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം അവർ നമ്മുടെ അടുത്ത് നിന്ന് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, നമ്മളുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റ് ഓൾറെഡി ബിൽഡായി, അവിടെ ട്രസ്റ്റ് ഉണ്ട്. ഇനി പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് കുറച്ചധികം ഓർഡറുകൾ നമുക്ക് കിട്ടും. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ സാധാരണ പറയാറ് നിധി എന്നാണ് പറയണത്. നമ്മളുടെ കാൽച്ചുവട്ടിയിൽ തന്നെയുള്ളൊരു നിധിയാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമ്മളെങ്ങും ഓടി അലഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ട്രസ്റ്റ് ബിൽഡായിട്ടുണ്ട് അവിടെ, ജസ്റ്റ് ഒന്ന് കുഴിച്ച് കഴിഞ്ഞാൽ നിധി കിട്ടും. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കാനാണ് പുതിയൊരു കസ്റ്റമർക്ക് വിൽക്കുന്നതിനേക്കാളും എളുപ്പം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, വാം ഓഡിയൻസിൻ്റെയും കോൾഡ് ഓഡിയൻസിൻ്റെയും കാര്യം പറഞ്ഞല്ലോ. കാരണം പുതിയ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് എൻക്വയറി ചോദിച്ച് വരുന്നവരെല്ലാം കോൾഡാണ്, നമ്മൾ ആരാണെന്ന് അവരെ അറിയില്ല. അപ്പോൾ അവിടെ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് വിൽക്കാൻ പറ്റുള്ളൂ. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കാൻ കുറേ കൂടി എളുപ്പമായിരിക്കും.
ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കുറേ കൂടി സ്കെയിൽ ചെയ്യണം. കുറച്ചും കൂടി സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. തുടക്ക സമയത്ത് നമ്മളായിരിക്കും എല്ലാം, ബിസിനസ് ഓണറും മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളും വിൽക്കുന്ന ആളും കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കുന്ന ആളും കൊറിയർ അയക്കുന്ന ആളും എല്ലാം നമ്മളായിരിക്കും. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിൻ്റെ മേളിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. നമുക്ക് ഓർഡറുകൾ കൂടി വരാൻ നേരത്ത് നിങ്ങൾ സ്റ്റാഫിനെ എടുക്കുക, പല പല കാര്യങ്ങൾ പലർക്ക് സ്പ്ലിറ്റ് ആക്കി കൊടുക്കുക. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ് വളരില്ല. എപ്പോഴും നിങ്ങൾ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെ ഓടിക്കളിച്ച് നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾ തന്നെ കൊറിയർ അയച്ച് എല്ലാം കസ്റ്റമറുടെ മെസ്സേജുകൾക്കെല്ലാം നിങ്ങൾ തന്നെ റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ വരാൻ നേരത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ നമുക്ക് വളർത്താനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ബിസിനസ് വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും, കൂടുതൽ പഠിക്കേണ്ടതായിട്ട് വരും, കൂടുതൽ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെല്ലാം തന്നെ നമുക്ക് സമയം ആവശ്യമാണ്. ആകെ ഒരു 24 മണിക്കൂറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ ചെയ്ത് പാക്ക് എല്ലാം ചെയ്ത് കസ്റ്റമർക്ക് റിപ്ലൈ ഇതെല്ലാം കൊടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് വളർത്തുന്നതിനെ പറ്റി കൂടുതൽ ചിന്തിക്കാനോ പഠിക്കാനോ ഒന്നും സമയം കിട്ടില്ല. ഇങ്ങനെ വരാൻ നേരത്തെ ആ ബിസിനസ്സിനെ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നല്ല രീതിയിൽ വന്നു തുടങ്ങാൻ നേരത്ത് സ്റ്റാഫിനെ ഹയർ ചെയ്യുക, ഒരു സിസ്റ്റമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. തുടക്ക സമയത്ത് നിങ്ങൾ തന്നെ എല്ലാം ചെയ്തു. ആ സ്റ്റാഫിനെ എടുക്കുന്ന പോയിന്റ് മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. രാവിലെ വരുന്നു, ഇന്നത് ചെയ്യുന്നു, കൊറിയറിനെ വിളിക്കണമെങ്കിൽ കൊറിയറിനെ വിളിക്കണം, അതിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കണം, സ്റ്റിക്കർ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ കയറി ഓർഡർ ചെയ്യാൻ പറയണം. അപ്പോൾ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് ആ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ച സംഗതികൾ അതൊരു പേപ്പറിൽ എഴുതിയാലും മതി. നിങ്ങളുടെ സ്റ്റാഫിന് കൈമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വക കാര്യങ്ങളൊക്കെ ലോ വാല്യൂ ടാസ്ക് എന്നാണ് അതിന് പറയും. ലോ വാല്യൂ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വലിയൊരു ഇൻകം കൊണ്ടുവരാത്ത ടാസ്കുകളാണ് അതെല്ലാം. അപ്പോൾ നിങ്ങൾ അത് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ കൂടുതൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, കൂടുതൽ എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, ഇത്തരത്തിലുള്ള ഹൈ വാല്യൂ ടാസ്കുകൾ നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ. രണ്ട് രീതിയിൽ നമുക്ക് ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുക. വർക്കിംഗ് ഇൻ ദി ബിസിനസ്സും വർക്കിംഗ് ഓൺ ദി ബിസിനസ്സും. ബിസിനസ്സിൻ്റെ അകത്ത് പണിയെടുക്കുക, ബിസിനസ്സിൻ്റെ മേളിൽ പണിയെടുക്കുക. ബിസിനസ്സിൻ്റെ അകത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ലോ വാല്യൂ ടാസ്കുകളാണ്. സ്റ്റിക്കർ ഒട്ടിക്കുക, കൊറിയർ അയക്കുക, അഡ്രസ്സ് ചെയ്താൽ അയക്കുക, ഓരോ കസ്റ്റമേഴ്സിനും റിപ്ലൈ കൊടുക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ലോ വാല്യൂ ടാസ്ക്കാണ്. നല്ല ഓർഡർ വരാനായിട്ട് അതിന് സ്റ്റാഫിനെ ഹയർ ചെയ്യണം. വർക്കിംഗ് ഓൺ ദ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ മേളിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ സ്കെയിൽ ചെയ്യാം, എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഡെയിലി 20-25 ഓർഡറാണ് കിട്ടണമെങ്കിൽ അതെങ്ങനെ 50, 100, 150 ആക്കാം. അത് ഹൈ വാല്യൂ തിങ്കിങ് ആണ്. അതായത് അതിന് ചിന്തിക്കണം. അപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യണം, കൂടുതൽ പഠിക്കണം, കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ സമയം വേണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബിസിനസ്സിലൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. സിസ്റ്റം എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നിലവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വേറൊരാൾക്ക് ഫോളോ ചെയ്യാൻ കൊടുക്കുക. ആര് വായിച്ചാലും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് സ്കെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഏറെക്കുറെ നിങ്ങളുടെ തലയിൽ ഈ ഐഡിയകളൊക്കെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതിൽ ലഭിക്കും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.